എക്സ്പീരിയൻസ് കണ്ട പണ്ട് 17-year-old കണ്ട സിനിമയാണ് റിലീസിന്. അതെ അതെ തീർച്ചയായിട്ടും അന്നത്തെ ബഹളത്തിൽ നമ്മൾ കാണാത്ത കുറേ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പറ്റുന്നത്. കാരണം അത് ആ ടൈമിൽ നമ്മുടെ ഒരു ചെറുപ്പത്തിൽ കാണുന്ന സിനിമ കാണുന്നതും ചിലതൊക്കെ നമ്മൾ മിസ് ചെയ്തു പോകും. ഇപ്പോൾ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഷോട്ടിൻ്റെ ഡിഫറൻസൊക്കെ ഇപ്പോഴും മനസ്സിലായത്. ലോങ് ഷോട്ടുകളൊക്കെ 2 മിനിറ്റ് ദൈർഘ്യമൊക്കെ ഉള്ള സാധനമൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്, ഇത്രയും ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്തേക്കുന്നത്, അത് പറയുമ്പോൾ അത് കണ്ടവർക്ക് ഇത്രമാത്രം അത്ഭുതം വീണ്ടും തോന്നും. അപ്പോൾ കാണാത്തവർക്കും അതിനേക്കാളുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ക്ലാസിക് മൂവി രണ്ടാമത് വരുന്നതും നമുക്കിടെ ഒരു ക്ലാസ് മാസ് ഡയലോഗ്സ് ആയാലും ഫുള്ള് തുടക്കം മുതൽ എൻഡ് വരെ ആ ഒരു മൂവി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സംഭവബഹുലമായ ഒരു സ്റ്റോറി, പഴയ കാല സംഭവമല്ലേ. അപ്പോൾ അത് കണ്ടിരിക്കാനൊരു ക്ലീൻ ക്ലൈറ്റ് എൻ്റർടൈനറാണ്. അപ്പോൾ വല്യേട്ടനെക്കുറിച്ച് നമ്മളങ്ങനെ പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കാണാത്തവർക്ക് കാണാനും കണ്ട് അന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നൊരു സാധനം. 100% പല സമയത്ത് നമുക്ക് പ്രെഡിക്റ്റബിൾ, നമ്മൾ കണ്ട സിനിമ പോലും അത് കാണാത്ത നമ്മുടെ ബ്രെയിനകത്ത് മാറിയിട്ട് ഫ്രഷ് മൂവി കാണുന്ന ആ ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റും. അതാണ്. സോ എല്ലാവരോടും തിയേറ്ററിൽ വന്ന് കാണുക. കാരണം ഇത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ ഒരു സിനിമ വീണ്ടും അതേപോലെ വരുന്നു. സോ ഗൈസ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നല്ലതായിരുന്നു. ആ ഒരു ക്വാളിറ്റി നല്ലോണം ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. നല്ലതായിരുന്നു. യെസ്, ടി വിയിലാണ് ഉഗ്രം പടമായിരുന്നു. 4K കാണാൻ നല്ല രസമുണ്ട്. ഉഗ്രം പടമായിരുന്നു. എല്ലാവരും കാണും. രസമുണ്ട്, നന്നായിട്ടുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പുതിയ സൗണ്ട് ഡിസൈനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. അതെ, ഡയലോഗ്സ് ക്ലിയർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട് അറ്റ്മോസ്ഫിയർ കേൾക്കാനായിട്ട്. നല്ല ഡിഫറൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് അന്ന്. അപ്പോൾ അത് വെച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക് യു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഇല്ല ടി വി അത് തന്നെ ഉണ്ട്, കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ആ അടിപൊളിയാണ്, പക്ക ക്ലിയറാ. നല്ല വ്യത്യാസം. നല്ല എക്സ്പീരിയൻസ്. ആ അതെ. 4K നല്ല വർക്കായിരുന്നു. നല്ല ബിഗ് സ്ക്രീനിൽ 4K നല്ല അടിപൊളി വർക്കായിരുന്നു. കാരണം ഇത്രയും ബിഗ് സ്ക്രീനിൽ അത് കാണാൻ, സാധാരണ നോർമൽ സ്ക്രീൻ ഇവിടെ PXLാലോ, അപ്പോൾ അത്രയും വലിയ സ്ക്രീനിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഇല്ല കണ്ടിട്ടില്ല, ടി വിയിൽ മാത്രമാണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഡയലോഗ്സ് കുറച്ച് ഇതെല്ലാം നിൽക്കണമെങ്കിൽ അത്ര ഡയലോഗ്സ് കുഴപ്പമുണ്ടായില്ല. എനിക്ക് ചെറുതായിട്ട് ഇതായിട്ട് നിൽക്കണമെന്ന് തോന്നി. സൗണ്ട് അത്യാവശ്യം നല്ല ഇതിൽ വന്നു. സോങ്സ് പോയി ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. സോങ്സ് BGM ഒക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. അത് പിന്നെ ഉണ്ടല്ലോ, അത് മമ്മൂക്കാണ്. ചില ഷോർട്സുകളുണ്ടല്ലോ ഈ പടത്തിൽ, പുള്ളിയുടെ ഒരു തിരിഞ്ഞ സംഭവങ്ങളൊക്കെ അതൊക്കെ നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് എപ്പോഴും പറയണ ഒരു സംഭവങ്ങളൊക്കെ അല്ലേ. എന്തായാലും നല്ല എക്സ്പീരിയൻസ് എല്ലാ തിയേറ്ററിൽ കാണുക, ഒരു എക്സ്പീരിയൻസ് ചെയ്യാതെ അത്രേ ഉള്ളൂ. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ആദ്യമാണ് തിയേറ്ററിൽ സിനിമ കാണുന്നത്. കൂടുതൽ കണ്ടിരുന്നത് ഫോണിലും TV യിലായിരുന്നു. ഇത് കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി. നല്ലത്. സോങ്സ് നല്ലായിരുന്നു. ഫസ്റ്റ് സോങ് അടിപൊളിയായിരുന്നു. കണ്ടപ്പോൾ നല്ല ഫീലിനായിരുന്നു. കാണാൻ പറ്റിയ സന്തോഷം. ഇൻട്രോ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ BGM ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതും എൻട്രി വലിയ അടിപൊളിയായിരുന്നു. പറ്റിയാൽ ഒന്നുകൂടി കാണണം. പടം എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. നമ്മളിതിപ്പോൾ റിലീസിന് വന്നേക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ അതിൻ്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.